Hi all, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഒരു കുക്കിംഗ് റെസിപ്പി ആണ് ചെയ്യുന്നത്. ഞാൻ കുക്കിംഗ് റെസിപ്പി അധികം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉള്ളിത്തീയൽ റെസിപ്പിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യൽ ഉള്ളിത്തീയലാണ് കേട്ടോ. ഇവിടെ എടുത്തേക്കുന്നത് ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് സവാളയും കൊണ്ട് ഇത് ഉണ്ടാക്കാം. രണ്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണമെന്ന് ഞാൻ പറയും. അത്ര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, അതുപോലെ പച്ചമുളക്, പിന്നെ നാല് ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്ന ഉള്ളിത്തീയലിന്. ഞാൻ പറഞ്ഞല്ലോ സവാള വേണമെങ്കിൽ ഉപയോഗിക്കാൻ, രണ്ടായാലും എനിക്ക് ടേസ്റ്റ് ഇഷ്ടമാണ്. ഇത് ഞാൻ പിന്നെ ഈ ഒരു ഉള്ളിത്തീയൽ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിത് വർക്ക് ചെയ്ത സമയത്ത്, കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് അന്നേരം കൊണ്ടുവരണം. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതെങ്ങനെയാണ് റെസിപ്പി എന്ന് പറഞ്ഞു. സാധാരണ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, പക്ഷേ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിത് കുറേ നാളായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണ് സമയം ഒത്തു വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വറുത്തര തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വറുത്തര എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വറുത്തര ഉണ്ടാക്കുമ്പം വറുത്തര ഉണ്ടാക്കി വയ്ക്കുമ്പം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു 4 തേങ്ങയ്ക്കുള്ള ഇതാണ്, 4 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു വലിയൊരു ഉരുളിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4 തേങ്ങ, അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഉണക്കമുളക്, പിന്നെ അതുപോലെ കറിവേപ്പില, പിന്നെ മല്ലി മുഴുവനോടെ, പിന്നെ കുറച്ച് ഉലുവ, ഇത്രയും ചേർത്ത സാധനങ്ങൾ ഫ്രൈ ചെയ്ത് വച്ചേക്കുന്നത്. നേരത്തെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഞാനത് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തേങ്ങ കരിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു കറക്റ്റ് പാകമായിരിക്കണം. ഓക്കെ, അതായത് കരിഞ്ഞു പോയാൽ പിന്നെ എല്ലാം പോയി. അതിന് തൊട്ട് മുമ്പ് ഒരു പാകം നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആ വറുത്തരയുടെ പാകം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ വറുത്തരയ്ക്ക് ആ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് വരുള്ളൂ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്തിട്ട് പറയുകയാണ്, കാരണം നമ്മുടെ ഈ ഒരു അരപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ആ ഉള്ളിത്തീയലിന് സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ എടുക്കുന്ന തേങ്ങേനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നല്ല നമ്മളിപ്പം ഈ തേങ്ങ അരപ്പൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങ നമ്മുടെ ഉണ്ടാവുന്ന തേങ്ങയൊക്കെയാണ് നമുക്കറിയാം എത്രമാത്രം നല്ലതാണ് എന്നുള്ളത്, കഴമ്പുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കൂടും ഈ ഒരു ഉള്ളിത്തീയലിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ പല തവണ ആയിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എന്നിട്ട് ഈ ഓയിൽ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ, ഈ ഒരു പാകത്തിന് വേണം. നമ്മൾ കുറേ അധികം നേരം അരച്ചതിന് ശേഷമാണ് ഇതുപോലൊരു വെള്ളം ചേർക്കാണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത ശേഷമാണ് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഓയിൽ തെളിഞ്ഞ് വരും. ഓക്കെ, നമുക്കിത് നമ്മളിപ്പം 4 തേങ്ങയ്ക്കുള്ളതാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയും, അരപ്പിങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കൊരു പെട്ടെന്നൊരു റെസിപ്പി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അരപ്പെടുത്തങ്ങ് ഉണ്ടാക്കാം. കാരണം അല്ലാണ്ട് പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ നിൽക്കുന്നു, അപ്പം തന്നെ അരപ്പ് ഉണ്ടാക്കുന്ന സമയം അത്രയും സമയം പോകും. അരപ്പും എല്ലാം ഉണ്ടാക്കുമ്പോഴത്തേക്കും സമയം കുറച്ചധികം പോകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒട്ടും ചേർക്കാത്തതുകൊണ്ട് നമുക്കിത് പുറത്ത് വെച്ചാലും ഒട്ടും കേടാവാണ്ടിരുന്നു. ഇവിടെ പുറത്താണ് വയ്ക്കാറ്. ഫ്രിഡ്ജിൽ വയ്ക്കുന്നവർക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, പക്ഷേ ഇവിടെ പുറത്ത് വെച്ചാലും ഒട്ടും കേടാവാറില്ല. ഞാനിപ്പം ഈ ഒരു തീയലിൻ്റെ റെസിപ്പി ഷൂട്ട് ചെയ്യുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷമാണ്. ഈ ഒരു അരപ്പ് ഉണ്ടാക്കിയതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് തീയലിൻ്റെ റെസിപ്പി എടുക്കുന്നത്. അപ്പോൾ അന്നേരം എത്രമാത്രം ഓയിലോട് തെളിഞ്ഞ് നിൽക്കുന്നുള്ളത് അന്നേരം കാണിച്ചു തരാം കേട്ടോ. ആ ഒരു തീയൽ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് കാണിച്ചു തരാം എത്രമാത്രം ഓയിലാണ് 2 ആഴ്ചയ്ക്ക് ശേഷം ആ തെളിഞ്ഞ് വന്നേക്കുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അരപ്പ് കണ്ടോ, ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ 2 കുപ്പി നമുക്ക് ഓയിൽ പോയിട്ട് അരപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് എടുക്കുമ്പോഴത്തേക്കും സ്പൂണിൽ നനവൊന്നും പാടില്ല. അങ്ങനെ ഉണങ്ങിയ സ്പൂൺ കൊണ്ടൊക്കെ വെച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഒട്ടും കേടാവാണ്ട് ഇത് അരപ്പിരിക്കുള്ളൂ കേട്ടോ. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഈ ഒരു അരപ്പിന് നല്ലൊരു സ്മെല്ലാണ്. നമുക്കിത് തന്നെ കഴിക്കാൻ തോന്നുന്നു, അതുപോലത്തെ സ്മെല്ലാണ് ഇതിന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അരപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെ അരപ്പ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിലൊരു കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാനാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു കുറച്ചൊരു ലൈറ്റ് കുറവായിരുന്നു. റിംഗ് ലൈറ്റൊക്കെ വച്ചായിരുന്നു, എന്നാലും അത്രയ്ക്ക് ലൈറ്റ് ഉണ്ടായില്ല. അത് നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഈ റെസിപ്പി സൂപ്പർ ആയതുകൊണ്ട് എനിക്കിത് കാണിക്കാണ്ടിരിക്കാൻ ഒട്ടും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഈ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ പച്ചമുളകും ഉണക്കമുളകും. നമ്മൾ ഓൾറെഡി അരപ്പിൽ കുറച്ച് മുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. എരിവിനൊക്കെ അനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ ഉള്ളിത്തീയിൽ തേങ്ങാക്കൊത്ത് ഇടാൻ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. ഞാൻ ഉള്ളിത്തീയിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് അധികം കണ്ടില്ല, ഇവിടെ വന്ന പിന്നെയാണ് കണ്ടേക്കുന്നത്. അപ്പോൾ അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഉള്ളി, കുറച്ച് അധികം ഉള്ളി ഉള്ളതുകൊണ്ട് വഴണ്ടി വരാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് മാത്രം. ഇവിടെ കുറച്ച് അധികം ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഇതൊന്ന് വഴണ്ടി വരണം. പിന്നെ ഇതിൻ്റെ പാകം കറക്റ്റ് ആയിരിക്കണം. അത് വഴണ്ടി വന്നിട്ട് അതിൻ്റെ ഒരു കരിയാനും പാടില്ല, എന്നാൽ കരിയാനും തൊട്ട് മുമ്പുള്ള ഒരു പാകത്തിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളിത് അടച്ചു വയ്ക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല, ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് ഓൾറെഡി അരപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന് മാത്രമേ സമയം എടുക്കുകയുള്ളൂ. നമുക്ക് അരപ്പ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് വഴണ്ടി വരാനുള്ള സമയമാണ് മെയിനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കണം. അപ്പം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഉപ്പ് ഇടുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഒന്ന് വഴണ്ടി വരാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി, ഉള്ളി ഒന്ന് ആയി വരുമ്പോഴത്തേക്കും, കുറച്ചൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്കും കുറച്ചൊരു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ അരപ്പുണ്ടല്ലോ, ഞാൻ അന്ന് 2 ആഴ്ച മുമ്പാണ് എടുത്തതെന്ന് പറഞ്ഞില്ലേ, അന്ന് ഉണ്ടാക്കി വെച്ച അരപ്പാണ്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഇതിൽ കോക്കനട്ട് ഓയിൽ തെളിഞ്ഞ് നിൽക്കുന്ന എത്രമാത്രം ഓയിൽ അവിടെ ഉണ്ടെന്ന് നോക്ക്, കണ്ടോ, ഇത്ര ഓയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഉള്ളിത്തീയലിന് സ്പെഷ്യൽ ടേസ്റ്റ് ഈ അരപ്പിൻ്റെ ആണ് കേട്ടോ മെയിനായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ചെറിയ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, സവാള ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമ്മൾ പുളിവെള്ളം ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് വെള്ളത്തിലേക്ക് ഇട്ട് വച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പം ഉള്ളി ഏതാണ്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഉള്ളിയുടെ ഒരു പാകം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, കരിയാൻ പാടില്ല എന്ന അതിന് തൊട്ട് മുമ്പത്ത് ഇതിൽ ഓഫ് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കായിരിക്കും ഏറ്റവും നല്ലത്. ചൂടോടെ തന്നെ ആ ഒരു സെയിം അടുപ്പിൽ തന്നെ ഇരുന്നാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറ്റി വയ്ക്കുക. നല്ലോണം ആ ഒരു കറക്റ്റ് പാകമാണെന്നുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് പാകം. ഈ ഒരു പാകത്തിന് നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കണം. കുറച്ചൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, ആ കറക്റ്റ് പാകത്തിന് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വേറൊരു കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചൂടായ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കും. ഇവിടെ നമ്മളിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇത് തിളയ്ക്കണം. ഇവിടെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് അത് വെള്ളമായിട്ട് അരപ്പ് നല്ലോണം മിക്സ് ആണ്. അപ്പോൾ നല്ലോണം തിളയ്ക്കുന്നവരെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഉള്ളിയുടെ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ പുളി നമ്മുടെ ഒരു പാകമാണ്. ഓരോരുത്തർക്കും പുളിയൊക്കെ ഓരോ വിധത്തിലായിരിക്കുമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പും പുളിയും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു എരിവൊക്കെ ആയിട്ടൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനത്തെ ഒരു കറിയാണിത്. പുളിവെള്ളം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്താണ്. പിന്നെ കുറച്ച് കുറവാന്ന് തോന്നിയപ്പോൾ വീണ്ടും കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. നന്നായിട്ട് തിളക്കണ വരെ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഉള്ളി, പിന്നെ അതുപോലെ തേങ്ങാക്കൊത്ത്, ആ ഒരു സംഭവം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് കിടന്ന് ഇതിലേക്കൊന്ന് പിടിക്കണം, നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇതിൽ കിടന്ന് അതും ഒന്ന് തിളച്ച് വരണം. ഈ അരപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നല്ല ഈസി ഉണ്ടാക്കണം. അരപ്പും കൂടി ഒരേ സമയം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കും. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള എന്താ പറയുക, ഉള്ളിത്തീയലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നിങ്ങൾ എന്തായാലും ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കും.
അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി. അതുകൊണ്ട് ഞാൻ കാണിക്കാൻ കാരണം. അപ്പോൾ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കണ്ടില്ല, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഉള്ളി അത് ഫുള്ള് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പും, ഞാൻ പറഞ്ഞു ഉപ്പൊക്കെ ആദ്യം അധികം ഇടണ്ട, കുറച്ചിട്ടിട്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വെള്ളം, കുറച്ച് അധികം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കുറുകിയിരിക്കണ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. കുറച്ച് അങ്ങനെ ഒരു എന്താ പറയുക, നല്ലോണം പറ്റിയിരുന്നാലും അതത്ര, എനിക്ക് പൊതുവെ കുറച്ചൊരു വെള്ളമുള്ളതാണ് ഇഷ്ടം. കണ്ടോ, ഈ ഒരു പാകത്തിന് വേണമെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി കുറച്ചുകൂടി ചേർത്ത് കൊടുത്തു, കാരണം പുളി കുറവാന്ന് തോന്നിയത് കൊണ്ട്. നല്ലോണം തിളയ്ക്കണം, കാരണം അതെല്ലാം പിടിക്കാൻ വേണ്ടി. പിന്നെ നമുക്കിതിലേക്കൊരു എന്താണ്, കുറച്ചൊരു പൊടിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതൊരു ഒരു എന്താ പറയുക, ഒരു ടിപ്പാണ്. ചെറിയ രീതിയിൽ കുറച്ചൊരു പഞ്ചസാരയും കൂടി അമ്മ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തീയൽ ഓൾമോസ്റ്റ് റെഡിയായി. ഒന്നും കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. നമ്മൾ ഈ സമയത്ത് നമുക്ക് പാകമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ തിളയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരികയാണ്. കാരണം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയില്ലേ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ വായിലിങ്ങനെ ഒഴുകുക. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, എന്നാൽ പോലും എനിക്ക് എൻ്റെ ഒരു ആ ടേസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ വായിൽ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുന്നത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ രീതിയിൽ തീയൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ ഒരിക്കലും മറക്കല്ല കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.